പ്രമുഖ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 9 തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെല്ലാം പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടെത്തിയെന്നുള്ള പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടാണ്. അതെ, അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം തന്നെ പരാമർശിക്കുന്നുണ്ട്. ഇന്നലെ മുതലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അടുത്ത തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പരാമർശങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഇനി നമുക്ക് നോക്കാം. വളരെ വിവാദമായ ഒരു കേസിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തെളിവുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള വാർത്തയാണ്. അതെ, ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തുവന്നു. ഇപ്പം ADM നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് ഇപ്പോൾ കേസ് അന്വേഷണം കൃത്യമായിട്ടല്ല നടക്കുന്നെന്നുള്ള കുറെ പരാമർശങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ സ്വന്തം ഭാര്യ തന്നെ ഇത് കുറച്ചും കൂടെ നല്ല രീതിക്ക് കേസ് അന്വേഷണം നടക്കണം എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു അന്വേഷണം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നത്. നവീനിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാകുമെന്ന് കുടുംബം വിശ്വസിക്കുന്നത് ആകുമെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. അപ്പൊ അവർക്ക് പരാമർശങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ തൊട്ടേ ഇത് കൊന്നതാണ് എന്നുള്ള ഒരു രീതിക്ക്. അതിനെ ഈ അധികാരങ്ങൾ ഉള്ളവര് അതിനെ ആ ഒരു കേസിനെ അട്ടിമറിക്കാൻ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയുടെ ഇപ്പൊ വീണ്ടും ഇത്തരത്തിലോരോ പരാമർശങ്ങൾ വരുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഒക്ടോബർ 15 രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സംഭവത്തിൽ വഴിത്തിരിവാകുന്ന പരാമർശം. എന്നാൽ FIR-ലും ഹൈക്കോടതിയിൽ ഹാജരാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യമില്ല. ഇതിനെപ്പറ്റി FIR എന്തായാലും നമ്മളൊരു മരണം സംഭവിച്ച് ഫസ്റ്റ് ഇടുന്ന ഒരു സംഭവമല്ലേ, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. അപ്പം അതിനകത്തൊന്നും FIR-ല് ഈ ഒരു കാര്യം അതിൻ്റെ അകത്ത് പരാമർശിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വസ്ത്രത്തിൽ ഒരു രക്തക്കറ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് അവര് മറച്ചു വെച്ചു എന്ന രീതിയിൽ. അതിലൊരു ദുരൂഹത. അതെ, അപ്പോൾ ചാരനിറത്തിലുള്ള അടിവസ്ത്രമാണ് നവീൻ ധരിച്ചിരുന്നത്. തുടകൾ, കണങ്കാലുകൾ, പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ബന്ധുക്കൾ സ്ഥലത്തില്ലാത്തതിനാൽ മൊഴി രേഖപ്പെടുത്തിയില്ല. രാവിലെ 10:15 തുടങ്ങി 11:45 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെട്ട് ബന്ധുക്കൾ കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം അറിയുന്നത്. അപ്പൊ ബന്ധുക്കള് ഇത് സംഭവമൊന്നും ഇൻക്വസ്റ്റ് കഴിഞ്ഞതിനെ പറ്റിയൊന്നും അറിഞ്ഞില്ല. പിന്നീട് ഉള്ള ഒരു കോളിലാണ് ബന്ധുക്കള് കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം അറിയുന്നത്. മൃതദേഹം പരിശോധന പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നതിൽ വിയോജിപ്പുണ്ടെന്നും കോഴിക്കോട്ടേക്ക് മാറ്റണമെന്നും ബന്ധുക്കൾ കമ്മീഷണറോട് ആവശ്യപ്പെട്ടു. കളക്ടർ അരുണിനെ വിളിച്ചപ്പോൾ ഒന്നും പേടിക്കാനില്ലെന്നും പോലീസ് സർജനാണ് നേതൃത്വം നൽകുന്നതെന്നും ബന്ധുക്കളോട് പറഞ്ഞത്. അപ്പം മൊത്തത്തിൽ ഒരു ദുരൂഹത ഇതിനകത്ത് കാണുന്നുണ്ട് അല്ലെ. ഒന്നും പേടിക്കാനില്ലെന്നൊക്കെ അവര് തന്നെ പറയുന്നു. എന്നാൽ ബന്ധുക്കളോട്ട് അറിഞ്ഞിട്ടില്ല ഇൻക്വസ്റ്റ് നടന്നതും. ബന്ധുക്കൾ ഇപ്പം ഫുള്ളായിട്ട് അവർ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു പരാമർശം എന്ന് വെച്ചാൽ ഇത് തീർച്ചയായിട്ടും ഒരു കൊലപാതകമാവാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിലാണ്. കൊലപാതകമാണെന്നുള്ള രീതിക്ക്. അപ്പൊ അതിന് കൃത്യമായ അന്വേഷണം വേണം. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് ബന്ധുക്കൾ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ ഓരോ രീതിക്ക് ഓരോ ദിവസം ഓരോ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കൾ ഉയർത്തുന്നു ന്യായമായ സംശയങ്ങൾ. നമുക്ക് നോക്കാം എന്താണ് ആ ബന്ധുക്കളുടെ സംശയങ്ങൾ എന്നുള്ളത്. രക്തസാന്നിധ്യം FIR-ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ പരാമർശിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ പറഞ്ഞു. നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ പറഞ്ഞു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സർജന് പോലീസ് നൽകിയില്ല. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സർജന് പോലീസ് നൽകിയില്ലെന്ന് സംശയമുണ്ട്. ആന്തരിക അവയവങ്ങൾക്ക് പരിക്കില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അടിവസ്ത്രത്തിൽ രക്തക്കറ വരും? അതൊക്കെ തീർച്ചയായിട്ടും ഒരു സംശയത്തിന് ഇടയുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാരണം പെട്ടെന്ന് വന്നിട്ട് ഈ ഒന്നും കൂടി നമ്മൾ അതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പഠിക്കുമ്പോൾ രക്തക്കറ ഉണ്ടെന്ന് കാണുക, അതെങ്കിൽ പിന്നെ FIR-ൽ പരാമർശിക്കാതിരിക്കുക, ആ ഒരു ഇൻക്വസ്റ്റ് പരിപാടിക്ക് ഇടയിൽ ബന്ധുക്കാരെ വിളിക്കാതിരിക്കുക, ഇങ്ങനെ ഓരോന്നൊക്കെ നടക്കുമ്പോൾ എന്തായാലും ആ ഒരു ബന്ധുക്കൾക്കായാലും അത് കേൾക്കുന്ന ന്യായമായ രീതിക്കുള്ള സംശയങ്ങൾ ഉയരും.
അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചു നോക്കിയില്ലേ? രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്, അതിനർത്ഥം ഒരു മുറിവ് ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ടെന്നാണെന്നും ബന്ധുക്കൾ പറഞ്ഞു. അതും ശരിയാണ്. അതേസമയം തൂങ്ങിയ മരണം തന്നെയാണെന്നും രക്തം വരുന്നത് സ്വാഭാവികമാണെന്നുമാണ് പോലീസ് വാദം. നമുക്കറിയില്ല ഇതിനെപ്പറ്റി കൃത്യമായിട്ട് എന്താ പറയുന്നത്. പക്ഷെ ബന്ധുക്കളുടെ സംശയങ്ങൾ ന്യായമാണ്. കാര്യം അവർക്കാണ് ശരിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ കുടുംബത്തിന്റെ ഒരു നഷ്ടബോധം ഒരു മനസ്സിലാക്കി പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. അവരിപ്പോ പോകുന്ന ഒരു അവസ്ഥ എല്ലാം ഭയങ്കര പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും. എങ്കിൽ പോലും നല്ലൊരു രീതിയിൽ തന്നെ ആ ഒരു കേസ് തെളിയിക്കാൻ കഴിയട്ടെ, എന്താണ് സത്യാവസ്ഥ എന്ന് പുറത്തു വരട്ടെ എന്ന് മാത്രം. അതെ, തൂങ്ങാൻ വെറും 0.5 സെന്റിമീറ്റർ വ്യാസമുള്ള കയർ അത് മതിയോ എന്നുള്ള രീതിക്കാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ചോദിച്ചേക്കുന്നത്. വെറും 0.5 സെന്റിമീറ്റർ വ്യാസമുള്ള പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയാണ് ആത്മഹത്യ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ എന്നും റിപ്പോർട്ടിൽ സൂചനയില്ല. അതേസമയം നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരിക്കുകളില്ലെന്ന് പറയുന്നു. തലയോട്ടിക്കോ വാരിയലുകൾക്കോ ക്ഷതമില്ല. ഇത് ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം ഇടത് ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണ്. പേശികൾ പ്രധാന രക്തക്കുഴലുകൾ, തരുണാസ്ഥി, കശേരുക്കൾ, സൂക്ഷ്മനാഡി എന്നിവയ്ക്കും പരിക്കില്ല. നാവ് കടിച്ചിരുന്നു. ശരീരം അഴുകിയതിന്റെ ലക്ഷണങ്ങളില്ല. നാവ് ഈ രണ്ടാമത്തേൽ പറയുന്നത് ഒരു തൂങ്ങി മരണത്തിന്റെ ചാൻസസ് അങ്ങനത്തെ കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് തൂങ്ങി മരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഇതിന്റെ അകത്ത് പരാമർശിച്ചിട്ടുള്ളത്. തൂങ്ങി മരിക്കാൻ നേരത്ത് നമ്മൾ നാവ് കടിക്കും. കാര്യം ഒരു വെപ്രാളത്തിനിടയില് പൊട്ടിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശരീരം അഴുകിയതിന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. ആന്തരിക അവയവങ്ങളൊക്കെ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ എന്നുമൊക്കെ റിപ്പോർട്ടിൽ സൂചനയില്ല. അപ്പോൾ മൊത്തത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിങ്ങനെ വലിച്ചു നീട്ടാതെ അതിന് കൃത്യമായ രീതിക്ക് ഒരു അന്വേഷണം നടക്കണമെന്നും ബന്ധുക്കളുടെ ആവശ്യം, ബന്ധുക്കളുടെ വിഷമം, സങ്കടം ഇത് പോലീസിന്റെ തീർക്കാൻ കഴിയട്ടെ എന്ന് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണമെന്നും ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൃത്യമായ അന്വേഷണം നടക്കട്ടെ എന്ന്. നമുക്ക് അടുത്തൊരു ന്യൂസിലോട്ട് പോവാം. ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന ന്യൂസാണ് നവവധുവിന്റെ ആത്മഹത്യ. ഭർത്താവ് സുഹൃത്തും അറസ്റ്റിൽ. കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് വന്ന ഒരു സ്ത്രീയെ ഭർത്തൃ വീട്ടില് മരിച്ച രീതിയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അത് തൂങ്ങി മരണമായിരുന്നു. അതില് ഇപ്പോൾ ഭർത്താവിനെ സുഹൃത്തിനെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പാലോട് സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. നന്ദിയോട് ഇളവട്ടത്ത് നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവും സുഹൃത്തും അറസ്റ്റില്. ഇന്ദുജയുടെ ഭർത്താവ് കുറുപുഴ ഇളവട്ടം LP സ്കൂളിന് സമീപം ശാലു ഭവനിൽ അഭിജിത്ത് ദേവൻ, സുഹൃത്തായ പെരിങ്ങമല AT കോളേജിൽ അജാസ് എന്നിവരെയാണ് പാലോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലോട് ഇടിഞ്ഞാൽ കൊന്നമൂട് കിഴക്കുംകര വീട്ടിൽ ശശിധരൻ കാണി ഷീജ ദമ്പതികളുടെ മകൾ ഇന്ദുജയെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഭർതൃഗ്രഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 25 വയസ്സായിരുന്നു കേട്ടോ. അപ്പോ എന്തൊരു പരിപാടിയല്ലേ. അതെ, കല്യാണം കഴിച്ചു വിടാൻ നേരത്ത് ഒരു കുടുംബം എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. അല്ലെങ്കിൽ അവര് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തന്റെ മകള് മറ്റൊരു വീട്ടിൽ ചെല്ലാൻ നേരത്ത് അവള് സുരക്ഷിതയായിരിക്കും, മറ്റൊരാളുടെ കൈകളിലോട്ട് ഏൽപ്പിക്കുമ്പോൾ അവക്ക് വേണ്ട സുരക്ഷിതത്വം കൊടുക്കും, അവക്കൊരു ഒന്നിനും ഒരു കുറവുണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും എല്ലാ കുടുംബങ്ങളും മക്കളെ മറ്റൊരാളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഏൽപ്പിച്ചു. പക്ഷെ അതിന് സംഭവിച്ചത് അവർ ആത്മഹത്യയിൽ ആ ഒരു അവസാനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയത്. അതിന് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ജീവനൊടുക്കിയതിന് 2 നാൾ മുൻപ് ഈ അഭിജിത്ത് ഇന്ദുജനെ മർദ്ദിച്ചു എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അജാസ് അഭിജിത്തിന്റെ ഫ്രണ്ടാണ്. അപ്പൊ ആ ഫ്രണ്ടിനെ പലപ്പോഴായിട്ട് ഇന്ദുജയും കോൾ ചെയ്യാറുണ്ട്. അഭിജിത്ത് എന്തെങ്കിലും ഉപദ്രവിക്കുന്ന സമയങ്ങളിലൊക്കെ അവസാന കോൾ പോലും അജാസിനെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിലൊക്കെ എന്തൊക്കെയോ സംശയാസ്പദമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ അറസ്റ്റ് ചെയ്തത്. സുഹൃത്തിനെ കോൾ ചെയ്തതിന്റെ ഒരു സംശയമാണോ? അതെ, സംശയം. അതായത് ലാസ്റ്റ് കോള് അജാസിനെ ആയിരുന്നു. എന്നിട്ട് അവര് തമ്മില്, ഇന്ദുജയും അഭിജിത്തും തമ്മിൽ വഴക്കിട്ടു എന്ന കാര്യം പറയാനായിരുന്നു അജാസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് ഇന്ദുജ ജീവൻ ഒടുക്കിയത്. അപ്പോൾ ഇന്ദുജ അവസാനമായി വിളിച്ചതും അജാസിനെയാണ്. ഈ ഒരു ഡൗട്ടായിരിക്കണം അയാളെയും കൂടി കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്.
പിന്നെ ഇനി അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നമുക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങള് നമ്മളിപ്പോ വിശ്വസിച്ച ഒരാളോട് ഒരു പറയുന്നത്, ചിലപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ സുഹൃത്തുക്കളോട് വിശ്വസിച്ച് ഒരു കാര്യം പറയുന്നത്, പക്ഷെ അവര് ചിലപ്പോ എല്ലാവരും ഒരു ഗ്യാങ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മളുടെ ആ ഒരു വിശ്വാസം അവിടെ നഷ്ടപ്പെടും. നമ്മളത് അറിയാതായിരിക്കും ചിലപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്കിടയിൽ ഒരു സുഹൃത്ത്, രണ്ടുപേരും കോമൺ ഫ്രണ്ടാണ്. അതെ, ഇവർ മൂന്നുപേരും ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവരുടെ ഇടയിൽ ഒരു കാര്യം വരുമ്പോൾ മൂന്നാമതൊരാളായി, അതായത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ അജാസിനെ അറിയിക്കും. സ്വാഭാവികം മൂന്നാമതൊരാള് ഒരു ബന്ധത്തിലും ഇടപെടരുത് എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഇന്ദുജയ്ക്ക് ഭർത്താവ് അഭിജിത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ് അല്ല കിട്ടിയിരുന്നത്. എപ്പോഴും അവളെ ഉപദ്രവിക്കുന്ന, ദേഹോപദ്രവം നടത്തുന്ന, ഭയങ്കരമായി മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു ആളായിരുന്നു അഭിജിത്ത് എന്നാണ് പത്രവാർത്തകളിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണം, ഗാർഹിക പീഡനം എന്നീ വകുപ്പുകളും അജാസിനെതിരെ പട്ടികജാതി പീഡനം, മർദ്ദനം, ആത്മഹത്യാ പ്രേരണാ വകുപ്പുകളും ചുമത്തി. അജാസിനെതിരെയും അഭിജിത്തിനെതിരെയും. മൂവരും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അജാസും ഇന്ദുജയും അടുപ്പത്തിലായിരുന്നു. അജാസിന് ഇന്ദുജയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും അന്യമതക്കാരനായതിനാൽ ബന്ധുക്കൾ എതിർത്തു. 3 മാസം മുൻപ് പല്ലമ്പാറയിലെ ക്ഷേത്രത്തിലാണ് അഭിജിത്ത് ഇന്ദുജയ്ക്ക് താലി കെട്ടിയത്. വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല. സ്വകാര്യ ലാബ് ജീവനക്കാരിയാണ് ഇന്ദുജ. അപ്പൊ ഇതിനകത്ത് മൊത്തത്തിൽ വേറെ രീതിക്ക് അതെ. അപ്പൊ ഈ വാർത്ത പറഞ്ഞപ്പോഴാണ് എനിക്ക് വിസ്മയനെ കുറിച്ചിട്ട് ഓർമ്മ വന്നത്. വിസ്മയുടെ കാര്യം ഓർമ്മയല്ലേ? ഇതുപോലെ കല്യാണം കഴിച്ചു വിട്ട ആ ഒരു കുടുംബക്കാർക്ക് നഷ്ടം ഉണ്ടായി. വിസ്മയ നഷ്ടം വന്നേക്കുന്നത്. അതെ, എനിക്കിതൊക്കെ കേൾക്കുമ്പോ പേടിയാവുക. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഉള്ള ഒരു ആ ടെൻഷൻ അത് കൂടുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്നും സേഫ് സോണിൽ നിന്നും മാറി ഒരു ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ഒരു പേടി വരെ. എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുറെ ആൾക്കാര് നമ്മളെപ്പോഴും നമ്മളെ ഇൻഡിപെൻഡന്റ് ആവുക, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇതൊക്കെ ഉണ്ടാവണം. അതെ അതെ. ഇവിടെ പറഞ്ഞ ഇന്ദുജ എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡന്റ് ആവുന്നതിനോടൊപ്പം എന്തെങ്കിലും ഒരു കായികാഭ്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വേണം സ്ത്രീകൾ കല്യാണം കഴിക്കാനുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. പ്ലീസ് അതും കൂടി നിങ്ങൾ പഠിക്കുക. അത് നല്ലതാണ്. ഇപ്പൊ ജോലിയുണ്ട്, വരുമാനമുണ്ട്. ഇവിടുത്തെ ഈ പറഞ്ഞ ഇന്ദുജ എന്ന് പറയുന്ന പെൺകുട്ടിക്കും വരുമാനം ഒക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരിപ്പോ അജാസ് എന്ന് പറയുന്ന ആളും ഇന്ദുജയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണെന്നുള്ളതും നമ്മുടെ വാർത്തകളിൽ പരാമർശിക്കുന്നുണ്ട്. കാര്യം ഇന്ദുജ അതൊരു പ്രണയ വിവാഹത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് വളരെയധികം ഡൗൺ ആവും. അതിന്റെ കൂടെ നമ്മളെ ശാരീരികമായിട്ടും കൂടി ഉപദ്രവിക്കുമ്പോൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് വിട്ടു പോയതായിരിക്കും, ആ ഒരു സംതൃപ്തി തോന്നുന്നതായിരിക്കും. എന്തായാലും ഒന്നല്ലല്ലോ, ഒട്ടനവധി കേസുകൾ നടക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് പേര് ചിലപ്പോ പുറത്ത് പറയാതെ അനുഭവിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ അത് അങ്ങനെ അനുഭവിക്കാതെ നമ്മളത് പറയേണ്ട സമയത്ത് പറയുക. ഇവിടെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിനോട് പറയാതെ തന്നെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാമെന്നുള്ളൊരു ചിന്തയിലോട്ടാ പോയത്. അങ്ങനെയൊന്നും ഒരിക്കലും പോവരുത്. നമുക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക, വീട്ടുകാരോടോ അടുത്ത സുഹൃത്തെന്ന രീതിയിൽ അജാസിന്റെ അടുത്ത് പറഞ്ഞതായിരുന്നു. അതും പറയാം, അതാ നേരത്തെ പറഞ്ഞത്. നമുക്ക് നമ്മുടെ ഇപ്പൊ ഒരു 2 പേർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും മാക്സിമം ആ 2 പേർക്കിടയിൽ അത് തീർക്കാൻ നോക്കണം. മൂന്നാമതൊരാളെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുമ്പോൾ ഒരു പക്ഷേ അതും വഷളാകും. ഇനി ചില സിറ്റുവേഷനിൽ, ചില സാഹചര്യങ്ങളിൽ അത് നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടി മൂന്നാമതൊരാൾ വരുന്നതും നല്ലതായിരിക്കും. നമ്മൾ ഒരാളെയും പെട്ടെന്ന് വിശ്വസിക്കാതെ ഇരിക്കുക. ഒട്ടും പറ്റിയില്ലെങ്കിൽ വുമൻസ് സെല്ലിലെങ്കിലും വിളിച്ച് നമ്മുടെ സേഫ്റ്റി, നമ്മളെ രക്ഷിക്കണമെന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ രക്ഷയാണ് വേണ്ടത്. കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടുകാരില്ല, നാട്ടുകാരില്ല, ഫ്രണ്ട്സ് ഇല്ല എന്നൊന്നും വിചാരിച്ചിട്ട് ഒറ്റയ്ക്കായി പോയി ഇനി ജീവിതം വേണ്ട അങ്ങനെയൊന്നും വിചാരിക്കരുത്. വീണ്ടും ജീവിക്കണം. നമ്മുടെ ഒരു സക്സസ് ആവണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങണം, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സഹായം എവിടുന്നെങ്കിലും ലഭിക്കുമോ എന്ന് നോക്കണം. പറ്റിയില്ലെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ട് മറ്റൊരു ജോലിയിലേക്കോ എന്തിനെങ്കിലും പോവുക. കേട്ടല്ലോ? ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത വാർത്തകളിലേക്ക് പോവാം. ഇതെന്തായാലും ഒരു വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് സാധാരണക്കാരന്റെ ഫോണിലും കടന്നു കയറി പെഗാസസ്. എന്താണത്? നമുക്ക് നോക്കാം.
പെഗാസസ് എന്താന്ന് പറഞ്ഞാൽ 2011 സൈബർ ഇന്റലിജൻസ് കമ്പനിയായ NSO ഗ്രൂപ്പ് വികസിപ്പിച്ചതാണ്. ഫോണുകളിൽ വർഷങ്ങളോളം പതിയിരിക്കാനുള്ള കഴിവുണ്ട്. എന്തോ വൈറസാണ് കേട്ടോ പെഗാസസ്. കാര്യമായിട്ട് ഞാൻ അറിയാം. പക്ഷെ പെഗാസസിനെ കുറിച്ച് എവിടെയൊക്കെ കേട്ടതും വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നില്ല. നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. നമുക്ക് നോക്കാം. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ VIP-കളുടെ ഫോണിലെ രഹസ്യം ചോർത്തി കുപ്രസിദ്ധി നേടിയ ഇസ്രയേലി സ്പൈവെയർ പെഗാസസ് സാധാരണക്കാരുടെ ഫോണിലും പ്രത്യക്ഷപ്പെടുന്നു. ഓക്കെ. അപ്പൊ രഹസ്യം ചോർത്താനുള്ള ഒരു സംഭവമാണ് ഈ പെഗാസസ്. അതിപ്പോ സാധാരണക്കാരുടെ ഫോണുകളിലേക്കും പോവുകയാണെന്ന്. നമ്മുടെയൊക്കെ ഫോണിൽ വന്നാൽ നന്നായിരിക്കും. ആകെ റീൽസ് മാത്രം ഷെയർ ചെയ്യുക, ഹായ് അയക്കുക, ഹലോ അയക്കുക മാത്രമല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞ് എല്ലാവരുടെ ഫോണിലോട്ടും ഇങ്ങനെ ഒരു അനുവാദമില്ലാതെ മൂന്നാമതൊരാൾ വന്ന് നോക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അതെ. അപ്പൊ ബാക്കി വയ്ക്കൂ. എന്താണ്? സൈബർ സെക്യൂരിറ്റി റിസർച്ചർമാരായ iVerify പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. സ്പൈവെയറുകളെ കണ്ടെത്താനുള്ള iVerifyയുടെ സംവിധാനമായ ത്രെഡ് ഹണ്ടറാണ് ഫോണുകളിൽ പെഗാസസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ലോകത്തെ വിവിധയിടങ്ങളിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന 2500 ഫോണുകൾ സ്കാൻ ചെയ്തു. സാധാരണക്കാർ ഉപയോഗിക്കുന്ന 2500 ഫോൺ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉള്ളത് സ്കാൻ ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഫോണുകൾ സ്കാൻ ചെയ്തു. 7 ഫോണുകളിൽ പെഗാസസിന്റെ സാന്നിധ്യം കണ്ടെത്തി. ഐഫോണും ആൻഡ്രോയിഡും ഉൾപ്പെടുന്നു. മെയിലുകൾ, ചാറ്റുകൾ, സംഭാഷണങ്ങൾ, ലൊക്കേഷൻ, ഫോട്ടോകൾ ഉൾപ്പെടെ ഫോണിലെ സർവ്വതും ചോർത്താൻ പെഗാസസിനാവും എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ടു ഡേഞ്ചർ. അതെ. കാരണം ഇതൊക്കെ മതി. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ പിന്നെ ഭീഷണിപ്പെടുത്തുക, സൈബർ ക്രൈം ഉണ്ടാവാൻ കാരണമാവുക. നമ്മൾ വിശ്വസിച്ച് മറ്റൊരാളോട് പറയുന്ന ചില കാര്യങ്ങൾ പോലും അവർ ചോർത്തിയെടുക്കും. ചാറ്റുകൾ, വോയിസ് മെസ്സേജസ് ഉൾപ്പെടെ അങ്ങനെ ഒരു രീതിക്കാണ് പറയുന്നത്. നമ്മുടെ സംഭാഷണങ്ങൾ, നമ്മൾ ചെയ്യുന്ന കോളുകൾ, അതനുസരിച്ചിട്ട് ഈ മെസ്സേജുകൾ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണ്, നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, നമ്മളെ എങ്ങനെയൊക്കെ, നമ്മുടെ വീക്ക്നെസ് എന്താണ്, അങ്ങനെയൊക്കെ പിടിച്ച് നമുക്ക് ആ ഒരു സ്കാമിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് പറ്റും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഉടമ അറിയാതെ ത്രെഡ് ഹണ്ടറിന്റെ പരിശോധനയിൽ ചില ഫോണുകളിൽ 2021 മുതൽ പെഗാസസ് കടന്നു കയറിയെന്ന് കണ്ടെത്തി. മറ്റു മാൽവെയറുകളെ പോലെ ഫോണുകളെ ഹാങ് ആക്കുന്നുണ്ട്, ആപ്പുകൾ തനിയെ ഓൺ ആക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ പെഗാസസ് സൃഷ്ടിക്കില്ല. അതാ പറയുന്നത്. ചില സംഭവങ്ങൾ വരുമ്പോൾ ആപ്പുകൾ തന്നെ ഓൺ ആക്കുന്നു, അല്ലെങ്കിൽ ഫോൺ ഹാങ് ആക്കുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട്. എന്താ വൈറസുകളോ അല്ലെങ്കിൽ മറ്റൊരാളെ ഹാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. പക്ഷെ ഇതിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയത്തില്ല. നമ്മൾ സാധാ യൂസ് ചെയ്യുന്നതൊക്കെ പോകും. അതുപോലെ തന്നെ മറ്റൊരാളും അത് കാണുന്നുണ്ട് എന്നാണ്. അത് നമുക്ക് മനസ്സിലാവില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഉപഭോക്താവിന് തിരിച്ചറിയാനും ആവില്ല. ഓക്കെ. ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് മുൻകരുതൽ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപരിചിത ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയത്തില്ലാതെ എന്തെങ്കിലും ലിങ്കുകളോ എന്തെങ്കിലും കാര്യങ്ങൾ വരാൻ നേരത്തെ ഇത് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണെന്ന് വിചാരിച്ച് അതിൽ പോയി ക്ലിക്ക് ചെയ്യരുത്. കാര്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫോണിലുള്ള സർവ്വ ഡീറ്റെയിൽസും കൊണ്ടുപോകും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ആരും ചെയ്യരുത്. പിന്നെ ആവശ്യമില്ലാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത്. നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഫോൺ എടുക്കാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് ഗെയിംസിന്റെ രൂപത്തിലൊക്കെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള രീതിക്കൊക്കെ വരും. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഡൗൺലോഡ് ചെയ്യാൻ പോവരുത്. പിന്നെ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ എവിടെ ചെന്നാലും ഇപ്പോൾ പബ്ലിക് ബസ് സ്റ്റാൻഡിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ വൈഫൈ ഒക്കെ ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ടാവും. അപ്പം അപ്പോഴേ തന്നെ എല്ലാവരും കണക്ട് ചെയ്യും, എന്നിട്ട് എന്ന് നോക്കി നടക്കുന്ന ഒരു കാലമാണിത്. എവിടെ ചെന്നാലും വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ട് മാറിയിരിക്കുകയാണ് എല്ലാവരും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെ എന്ത് ഫ്രീ കിട്ടുന്നോ അങ്ങോട്ട് ചെല്ലുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തെ ഓർത്തിങ്ങനെ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ പോയി എടുക്കരുത്. അതിലൂടെയൊക്കെ നമുക്കുള്ള ഇത്തരത്തിലുള്ള ഹാക്കിങ്ങും അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ പെഗാസസ് എന്ന് പറയുന്ന സംഭവം വൈറസ് കയറാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് സൂക്ഷിക്കുക എല്ലാവരും. അടുത്തൊരു ന്യൂസിലോട്ട് പോവാം. റേഷൻ സാധനങ്ങൾ വാങ്ങുന്നവരുടെ സഞ്ചി പരിശോധിക്കാൻ നിർദ്ദേശം. എന്തിനാണ് അങ്ങനെ ഒരു സഞ്ചി പരിശോധന? അപ്പൊ അതിന് പ്രതിഷേധമായിട്ട് റേഷൻ വ്യാപാരികൾ ഇറങ്ങിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി കാർഡ് ഉടമകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പഞ്ചസാരയും മണ്ണെണ്ണയും നിർത്തലാക്കിയതിലാണ് പൊതുജനങ്ങൾക്ക് പ്രതിഷേധമെന്ന് വ്യാപാരികൾ പറയുന്നു. അപ്പൊ നമുക്ക് എന്താ നോക്കാം. റേഷൻ കടയിൽ നിന്ന് സാധനങ്ങളുമായി പുറത്തിറങ്ങുന്നവരുടെ സഞ്ചി പരിശോധിക്കാനുള്ള തീരുമാനത്തിനെതിരെ റേഷൻ വ്യാപാരികളുടെ വ്യാപക പ്രതിഷേധം.
കഴിഞ്ഞ ദിവസമാണ് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങുന്നവരുടെ സഞ്ചി പരിശോധിക്കണമെന്നും വീടുകൾ സന്ദർശനം നടത്തി റേഷൻ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്നും കാണിച്ചു ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. ഓക്കെ, റേഷൻ കടയിൽ നിന്ന് അരിയും മറ്റു സാധനങ്ങളും വാങ്ങി പുറത്തിറങ്ങുമ്പോൾ ബിൽ പ്രകാരമുള്ള അളവും തൂക്കവും ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിന് പുതിയ ഉത്തരവ്. അതെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പൊ കുറച്ച്, അതായത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സിസ്റ്റം അല്ലല്ലോ ഇപ്പൊ റേഷൻ കടകളില് നമ്മള് ബില്ലടിച്ച് തമ്പ് വെച്ച് അങ്ങനെ നമുക്ക് അവകാശപ്പെട്ടതാണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ അവര് തരുന്നുള്ളൂ. പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഈ അവകാശപ്പെട്ടതുപോലും അവകാശപ്പെട്ടവർക്ക് കിട്ടാതെ അനാവശ്യ കൈകളിൽ എത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാവണം ഇത്തരത്തിൽ ബാഗ് പരിശോധന എന്ന രീതിയിൽ ആ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരിക്കും. ബില്ലിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അളവിലും തൂക്കത്തിലും അവരുടെ കൈകളിൽ എത്തുന്നുണ്ടോ എന്ന രീതിയിലൊരു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താണ് മറ്റു അർഹിക്കാത്ത ആൾക്കാർക്ക് കിട്ടുന്നെന്ന് പറഞ്ഞ തമ്പ് വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മള് മണ്ണെണ്ണ എന്ന് അവരുടെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ആ മണ്ണെണ്ണയ്ക്ക് 5 ലിറ്ററോ അങ്ങനെ ആയിരിക്കണം, 5 ലിറ്റർ കിട്ടണമെന്ന് ഉള്ള ഒരു സ്ഥാനത്ത് ബില്ലിൽ ചിലപ്പോൾ 5 തന്നെ എഴുതിയിട്ടുണ്ടാവും. അവർക്ക് കൊടുക്കുക ചിലപ്പോൾ 2 ആയിരിക്കും. പിന്നെ ആ 3 അവര് മുക്കും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കും, മറിച്ച് വിൽക്കും. അങ്ങനെയുള്ള ഉണ്ട്, തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, എന്റെ പരിചയത്തിലുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കേസുകളുണ്ട്. അതുകൊണ്ടാവണം ഇങ്ങനെ ഒരു ബാഗ് പരിശോധന എന്ന രീതിയിൽ. പക്ഷെ റേഷൻ വ്യാപാരികൾ പറയുന്ന അങ്ങനെയൊന്നും വേണ്ട, ഞങ്ങളെല്ലാം ചെയ്യുന്നത് നല്ല രീതിയിലാണ് എന്ന രീതിയിലൊരു പ്രതിഷേധവുമായിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ചെയ്യുന്നത് നല്ല രീതിയിലാണ്, ആവശ്യക്കാർക്ക് മാത്രമാണ് സാധനങ്ങൾ കൊടുക്കുന്നത്, ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള അളവിൽ കൊടുക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് അവരിറക്കുന്നത്. അതുപോലെ തന്നെ റേഷനിങ് ഓഫീസർ, റേഷനിങ് ഇൻസ്പെക്ടർ എന്നിവർ മാസത്തിൽ കുറഞ്ഞത് 5 കടകളിലെങ്കിലും കൃത്യമായി പരിശോധന നടത്തി ജില്ലാ സപ്ലൈ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണം. ഇത്തരം റിപ്പോർട്ടുകൾ എല്ലാ മാസവും ലഭിക്കുന്നുണ്ടോ എന്ന് ഡെപ്യൂട്ടി കൺട്രോൾ ഓഫ് റേഷനിങ് ഉറപ്പാക്കണം. വിജിലൻസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നിർദ്ദേശമെന്നും കമ്മീഷണറുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെതിരെ റേഷൻ വ്യാപാരികൾ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ കാര്യത്തിൽ റേഷൻ വ്യാപാരികളെല്ലാം ഒറ്റക്കെട്ടാണ്. റേഷൻ സാധനങ്ങൾ എല്ലാ മാസവും കൃത്യമായി വാങ്ങുന്ന കാർഡ് ഉടമകൾ ഇതുവരെ അളവിലോ തൂക്കത്തിലോ പരാതി ഉന്നയിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ ഉത്തരവ് അനാവശ്യമാണെന്നും ഉടൻ പിൻവലിക്കണമെന്നാണ് വ്യാപാരി സമൂഹം പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞത് തന്നെ. അവര് പറയുന്നത് എന്താണ്, എല്ലാവർക്കും നല്ല രീതിയിൽ. പക്ഷെ ഇങ്ങനെ ഒരു കൊടുക്കാത്തത് ഉണ്ട് അല്ലെ, ഉണ്ട്, ബില്ലടിക്കുന്നതിനനുസരിച്ച് സാധനം കൊടുക്കുന്നില്ല എന്നല്ലേ. അതെ. അപ്പോ എന്തായാലും അവിടെ അങ്ങനെ ഒരു പ്രതിഷേധവുമായിട്ട് റേഷൻ വ്യാപാരികൾ പോവുകയാണ്. അതായിരുന്നു മറ്റൊരു വാർത്ത. ഈ നമ്മുടെ കോട്ടയത്ത് ഒരു കുടുംബശ്രീ പോക്കറ്റ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീയുടെ ഒരു സ്റ്റോർ തുടങ്ങി. അതെ, നമ്മളെ സാധനങ്ങളും സേവനങ്ങളും എല്ലാം ഒരു കുടക്കീഴിൽ. നല്ലൊരു ആശയമാണ്. എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടാൻ നേരത്ത് നമുക്ക് പല സ്ഥലം വഴി നടക്കണ്ട, എല്ലാം ഒറ്റയടിക്ക് തന്നെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പോക്കറ്റ് മാർട്ട് ദ കുടുംബശ്രീ സ്റ്റോർ. കുടുംബശ്രീക്കാരുടെ ഒരു സ്റ്റോർ എന്നുള്ള രീതിക്കാണ്. ജില്ലയിൽ കുടുംബശ്രീയുടെ ഇ-കൊമേഴ്സ് പദ്ധതിയായ പോക്കറ്റ് മാർട്ട് ദ കുടുംബശ്രീ സ്റ്റോർ പദ്ധതിക്കുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനിലൂടെ വിപണിയിൽ എത്തിക്കുന്നതാണ് പോക്കറ്റ് മാർട്ട്. നമുക്ക് അതായത് വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനിലൂടെ വിപണിയിൽ എത്തിക്കുന്നതാണ് പോക്കറ്റ് മാർട്ട്. അത് കുറച്ചും കൂടി ഡിജിറ്റലൈസ്ഡ് ആയിട്ട് ചെയ്യണല്ലേ. മുന്നേ ഈ കുടുംബശ്രീ ചന്ത എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റുകളിൽ പോയിട്ട് നേരിട്ട് പോയി വിൽപ്പന നടത്തായിരുന്നു. ഇതിപ്പം ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്കത് ലഭ്യമാക്കുന്നത് നല്ലൊരു കാര്യമാണ്. അതെ, ഇന്നെല്ലാം ഡിജിറ്റൽ യുഗത്തിലോട്ട് മാറുകയാണ്. അപ്പോൾ അതനുസരിച്ച് കുടുംബശ്രീക്കാരും പുതിയ സംരംഭങ്ങൾ, പുതിയ ആപ്ലിക്കേഷൻസ് നിങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. പോക്കറ്റ് മാർട്ട് ആരും മറക്കണ്ട കേട്ടോ. അതെ, സംരംഭകർക്ക് ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിന്റെ അനന്ത സാധ്യത തുറന്നുകൊടുത്ത് വ്യാപാര മേഖലയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഈ ആപ്ലിക്കേഷനിലൂടെ ഉപഭോക്താക്കൾക്കും കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉപഭോക്താക്കൾക്ക് കുടുംബശ്രീയുടെ ഉപഭോക്താക്കൾ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടുന്നതെന്നുള്ള ആ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, ആ സംരംഭകരുടെ സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റും. അവർ ചെയ്യുന്ന കുടുംബശ്രീയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ വളരെ ജൈവവളമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികളും നല്ലൊരു കാര്യം. കൂടുതലും അങ്ങനെയാണ് ഈ കുടുംബശ്രീക്കാര് അവർ ഒരുമിച്ച് ജൈവ കൃഷികളും അങ്ങനെയൊക്കെ ഒരുപാട്
കളിയിലൊക്കെ അപ്പൊ നടക്കും. നമുക്ക് രാസവളമൊന്നും ഉപയോഗിക്കുന്ന നല്ല നല്ല ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി കഴിക്കാം. അതുകൊണ്ട് അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. അതിന്റെ പേര് പോക്കറ്റ് മാർട്ട് ദ കുടുംബശ്രീ സ്റ്റോർ എന്നാണ്. എല്ലാവരും അത് ചെക്ക് ചെയ്തിട്ട് അതിൽ അവരെന്തൊക്കെ ഓഫറാണ് നമുക്ക് തരുന്നത്, അതായത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് തരുന്നത്, അവരെന്തൊക്കെ സേവനങ്ങൾ നമുക്ക് വേണ്ടി തരുന്നു, അതെല്ലാം ഒന്ന് ഉറപ്പാക്കിയ ശേഷം അത് ഉപയോഗിക്കും. അത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ. അടുത്തത് കുടുംബശ്രീ സംരംഭങ്ങൾ എവിടെയാണെന്നും സ്ഥിതി ചെയ്യുന്നതും ബന്ധപ്പെടുന്നതിനും മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാമെന്നാണ്. ഇപ്പം ഇത്തരത്തിൽ പോക്കറ്റ് മാർട്ട് ആപ്ലിക്കേഷനിലൂടെ ഉപഭോക്താക്കൾക്ക് അടുത്തുള്ള കുടുംബശ്രീ സംരംഭങ്ങൾ, ബസാർ ഔട്ട്ലെറ്റുകൾ, നാനോ മാർക്കറ്റ്, പ്രീമിയം ഹോട്ടലുകൾ, കഫേകൾ, ജനകീയ ഹോട്ടലുകൾ, ടേക്ക് എ ബ്രേക്ക്, കേരള ചിക്കൻ ഔട്ട്ലെറ്റുകൾ, പിന്നെ സ്കൂളുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരം ലഭ്യമാകും. എല്ലായിടത്തേക്കും ഇവരുടെ സാധനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലുള്ള ഈ കുടുംബശ്രീ പ്രവർത്തകരുടെ ഐറ്റംസുകളെല്ലാം എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കേരളത്തിലെ എല്ലായിടത്തുമുള്ള ഉൽപ്പന്നങ്ങൾ ആപ്പിൽ കാണാനും ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യാനും പണമടയ്ക്കാനുമുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ഫ്ലിപ്കാർട്ടും ആമസോണും മീഷോയും ഒക്കെ പോലെ ഇത് നമുക്ക് ഓൺലൈനിലൂടെ ആപ്ലിക്കേഷനിലൂടെ തന്നെ ഉൽപ്പന്നങ്ങൾ കാണാനും പേയ്മെന്റ് നടത്താനും ഒക്കെ പറ്റുമെന്നാണ് പറയുന്നത്. സൗകര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ 750 സംരംഭങ്ങൾ, കുടുംബശ്രീ ക്വിക്ക് സേവനങ്ങൾ എന്നിവ പോക്കറ്റ് മാർട്ട് ആപ്പിലൂടെ ലഭ്യമാകും. ആദ്യഘട്ടത്തിൽ ഉപയോക്താവിന്റെ പരിസരത്തെ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള യൂണിറ്റുകളിലെ ഉൽപ്പന്നങ്ങളാണ് ആപ്പിൽ ദൃശ്യമാകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള അവിടുത്തെ കുടുംബശ്രീ ആൾക്കാരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. പോക്കറ്റ് മാർട്ടിൽ ഉപയോക്താക്കൾക്ക് സംരംഭകരുമായി വാട്സാപ്പ് ചാറ്റ്, കോൾ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നേരിട്ട് അവരുമായിട്ട് ബന്ധപ്പെടാം. അതിനുള്ള അവസരങ്ങളും തരുന്നുണ്ട്. വാട്സാപ്പ് ചാറ്റ് അല്ലെങ്കിൽ കോൾ എന്നുള്ളൊരു തന്നിട്ടുണ്ട്. ഇതിനു പുറമെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സർവീസ് സെക്ടറിൽ ആരംഭിച്ച ക്വിക്ക് സെർവ് നഗരപ്രദേശങ്ങളിലെ താമസക്കാർക്കും വീട്ടുജോലി, പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ, കാർ ക്ലീനിംഗ് തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാകും. അപ്പൊ എല്ലാവരും നേരെ തികച്ചും ഞങ്ങൾക്കും പറ്റും എന്നുള്ള രീതിക്കാണ് കുടുംബശ്രീക്കാർ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാ മേഖലയിലും അവർ കൈവച്ചിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് ലഭ്യമാകുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നഗരപ്രദേശങ്ങളിൽ താമസക്കാർക്കുള്ളതെന്ന് പറഞ്ഞാൽ അവരും ചിലപ്പോൾ ജോലിക്കാരൊക്കെ ആയിരിക്കും മിക്കവരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശത്തിലുള്ളവർക്ക് ജോലി ഇല്ലെന്നല്ല, അവർക്കും ജോലിയുണ്ട്. പക്ഷെ എന്നാലും നഗരപ്രദേശങ്ങളിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജോലിയുടെ സൗകര്യം അനുസരിച്ച് മാറി താമസിക്കുന്നവരൊക്കെ കുറച്ചും കൂടി ബിസി ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ അവർക്ക് വീട്ടിലെ ഹെൽപ്പ്, നഗരപ്രദേശങ്ങളിലെ താമസക്കാർക്കുള്ള വീട്ടുജോലി, പ്ലംബിങ്, ഇലക്ട്രീഷ്യൻ, കാർ ക്ലീനിങ്, ഇതൊക്കെ ചിലപ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ സമയം ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാകുമെന്നാണ് പറയുന്നത് ഇവരുടെ ഭാഗത്തുനിന്ന്. കുടുംബശ്രീയുടെ ഭക്ഷണ വിതരണ പദ്ധതിയായ ലഞ്ച് ബെല്ലിലൂടെ ഉച്ചയൂണ് മുൻകൂറായി പോക്കറ്റ് മാർട്ട് ആപ്പിലൂടെ ഓർഡർ ചെയ്യാനും കഴിയും. നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ മടിയുള്ളവരായിരിക്കും. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഇവരെ ഒന്ന് കോൾ ചെയ്താൽ മതി, സംഭവം റെഡിയാണ്, കിട്ടും. ഒരു കോള് മതി. അതെ, കുടുംബശ്രീ ചേച്ചിമാരുടെ കടകളൊക്കെ നല്ല രസമായിട്ട് നല്ല ഫുഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ആപ്പ് വഴി ഉപഭോക്താക്കൾക്ക് അവരുടെ ചുറ്റളവിലുള്ള കുടുംബശ്രീ സംരംഭങ്ങളെ കണ്ടെത്താൻ ഉൽപ്പന്ന സേവനങ്ങൾക്ക് ഓർഡർ നൽകാനും സാധിക്കും. ജില്ലയിൽ നിന്നും ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങളിൽ ലേബലുകൾ പതിപ്പിച്ച് വിവരങ്ങളും രേഖപ്പെടുത്തി ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പൂർത്തിയാക്കി മാത്രമേ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. ഇത്തരം ജോലികൾ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കുന്നത്. പൊതുജനങ്ങൾക്ക് നിലവിൽ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കില്ല. ഇപ്പൊ കാണാൻ പറ്റത്തില്ല നമുക്ക്. അത് കാര്യം അതിന് പറയുന്നുണ്ട്. പോക്കറ്റ് മാർട്ടിന്റെ പ്രവർത്തനം പുതുവർഷത്തിൽ ആരംഭിക്കുകയുള്ളൂ. ജനുവരി തൊട്ടേ അത് തുടങ്ങത്തുള്ളൂ. പുതുവർഷം തുടങ്ങുമ്പോഴായി സംഭവം ആരംഭിക്കണം. അതിനുള്ള എല്ലാവരെയും ഇന്ന് അറിയിക്കുകയാണ്. ഇപ്പോൾ അവര് ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്നുണ്ട് എന്നുള്ള. ജനുവരി തൊട്ട് സെർച്ച് ചെയ്ത് നോക്കാം, സെർച്ച് ചെയ്ത് അത് ഉപയോഗിക്കാം. അതെ. ജില്ലയിൽ ഹോം ഷോപ്പ് പദ്ധതിയിലൂടെ മികച്ച നേട്ടം. ക്ലിക്കായി ഹോം ഷോപ്പ് പദ്ധതി നമുക്ക് നോക്കാം എന്താണ് ക്ലിക്കായത്. കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യമിട്ട് കെ ലിഫ്റ്റിന്റെ ഭാഗമായി കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ആരംഭിച്ചാണ് ഹോം ഷോപ്പ്. ഡയറക്ട് മാർക്കറ്റിംഗ് രീതിയിൽ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ നേരിട്ട് എത്തിച്ച് നൽകുന്ന സംവിധാനമാണ് ഹോം ഷോപ്പ്.
കോട്ടയം ജില്ലേനെ അടിസ്ഥാനമാക്കി, അതാണ് കോട്ടയത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. കാഞ്ഞിരപ്പള്ളി, പള്ളം, വൈക്കം, പാമ്പാടി, കടുത്തുരുത്തി, ഏറ്റുമാനൂർ എന്നീ ബ്ലോക്കുകളിലാണ് ഹോം ഷോ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. മറ്റ് ബ്ലോക്കുകളിൽ ഉടൻ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 40 ഹോം ഷോപ്പുകളാണ് നിലവിലുള്ളത്. അതായത് CDSകളിലെ മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റുമാരുമായിട്ടുള്ള നേതൃത്വത്തിലാണ് മാനേജ്മെന്റ് ടീമുകൾ പ്രവർത്തിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ നിരവധി പേർക്കാണ് തൊഴിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പം തൊഴിൽ ലഭിക്കാനുള്ള ഒരുപാട് പദ്ധതികളൊക്കെ, അതായത് ഹോം ഷോപ്പ് എന്ന് പറയുന്ന പദ്ധതി അത് സക്സസ് ആയെന്നുള്ള രീതിക്ക് തന്നെയാണ്, മികച്ച നേട്ടം കൈവരിക്കാൻ അവർക്ക് പറ്റിയെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ പോക്കറ്റ് മാർട്ട്, അത് വരും പുതുവർഷത്തിൽ. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. അപ്പം അങ്ങനെ അടുത്ത ന്യൂസിലോട്ട് പോവാം. ആന എഴുന്നള്ളിപ്പിൽ പിടിമുറുക്കി വനം വകുപ്പ്, നിയന്ത്രണം കടുപ്പിക്കുന്നു പൊലിമ മങ്ങി ഉത്സവങ്ങൾ. അത് നമ്മുടെ കേരള കൗമുദിയിൽ കൊടുത്തൊരു ന്യൂസാണ്. ആനകളെ ഒരുപാട് ആനകളെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് അവരെ ഒരുപാട് നേരം വെയിൽ കൊള്ളിക്കുക, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ അകത്ത് പിടിമുറുക്കിയിരിക്കുകയാണ് വനം വകുപ്പ്. ആന എഴുന്നള്ളിപ്പിന് ഹൈക്കോടതി വരുത്തിയ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് വനം വകുപ്പ് രംഗത്തെത്തിയതോടെ ഉത്സവങ്ങളുടെ പൊലിമ മങ്ങി. ഈ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉത്സവം നടത്താനാകാത്ത സ്ഥിതിയാണെന്നാണ് സംഘാടകർ പറയുന്നത്. കേസുകളെ നേരിട്ട് എഴുന്നള്ളിപ്പ് നടത്താൻ അധികമാരും തയ്യാറാകില്ല. നിയന്ത്രണത്തിൽ അയവ് വരുത്തിയില്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പ് തീർത്തും ഇല്ലാതാകും. ആനകൾ തമ്മിൽ മതിയായ അകലം വേണമെന്നാണ് നാട്ടാന പരിപാലന നിയമം പറയുന്നത്. എന്നാൽ ഇത് 3 മീറ്റർ ആയിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതാണ് പുതിയ മാർഗനിർദ്ദേശം. ഓക്കെ, അപ്പം ആനകളെ കൊണ്ടുവരുന്നത് കുഴപ്പമില്ല എങ്കിൽ പോലും അതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. മുന്നേ 3 മീറ്റർ ആയിരുന്നു, അതായത് ഇനി അത് 3 മീറ്റർ ആയിട്ടെങ്കിലും അത് മാറ്റണം എന്നാണ് പറയുന്നത് പുതിയൊരു നിയമത്തില്. 3 മീറ്റർ അകലം പാലിക്കാനാകില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി എഴുന്നള്ളിപ്പിന് അനുമതി നൽകരുത് എന്നും പറയുന്നുണ്ട്. ക്ഷേത്രങ്ങൾക്കുള്ളിലെ എഴുന്നള്ളിപ്പുകളെ രൂക്ഷമായാണ് നിർദ്ദേശം ബാധിക്കുക. ആനകൾ തമ്മിലുള്ള 3 മീറ്റർ അകലവും വാദിക്കാർക്ക് ഉൾപ്പെടെയുള്ള 8 മീറ്റർ അകലവും പാലിക്കാൻ മിക്ക ക്ഷേത്രങ്ങളുടെയും മതിലകത്ത് സ്ഥലം ഉണ്ടാകാറില്ല. 3 ആനയെ എഴുന്നള്ളിക്കാൻ 9 മീറ്റർ സ്ഥലം വേണം. കാണികൾക്കായി 9 മീറ്റർ വേറെയും വേണം. അതായത് ആനകളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അത്രയധികം കെയർ ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് ഒന്ന് ശ്വാസം വിട്ട് നിൽക്കാനുള്ള ഒരു സ്ഥലമെങ്കിലും കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ പിന്നെ പൂരപ്പറമ്പ് വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറും. ആനയൊക്കെ ആയി, ബഹളമൊക്കെ ആയി, അല്ലെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലും മതം പൊട്ടു, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. അതുകൊണ്ടാവണം ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം ഉത്സവ കമ്മിറ്റിക്കാരൊക്കെ പറയുന്നത് ഇനി മുതൽ ഉത്സവമാണ് വരാൻ പോണത്. തൃശ്ശൂർ പൂരവും അങ്ങനത്തെ ഉത്സവങ്ങളും അതിന്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നായിരുന്നു. അതെ, മേക്കാവിന്റെയും അവരൊക്കെ പറയുന്നത് ഇങ്ങനത്തെയൊക്കെ ഓരോ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉത്സവം നടത്താൻ പറ്റില്ല എന്ന രീതിയിൽ അവർ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ മിണ്ടാപ്രാണികളുടെ കാര്യം കൂടി ആലോചിക്കണം. അത് നമുക്ക് ഈ ഒരു നിർദ്ദേശം തരുന്നത് അവരുടെ നല്ല രീതിയിൽ അവരെ കൊണ്ടുപോകാനും, അത് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിനുൾപ്പെടെ നമുക്ക് കുറച്ചുകൂടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് കാര്യം. പെട്ടെന്നായിരിക്കും ഇപ്പൊ ആനയ്ക്ക് മതപ്പാടെന്ന് പറയുന്നൊരു സമയമുണ്ടല്ലോ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഒരാനയൊന്ന് ചവിട്ടിയാ തീരുന്നതേ ഉള്ളല്ലോ, ജസ്റ്റ് ഒന്ന് തള്ളിയാ തീരുന്നതേ ഉള്ളൂ ഒരു മനുഷ്യന്റെ കാര്യം. അപ്പോൾ നമ്മള് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ 3 മീറ്റർ അകലം. നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, 3 മീറ്റർ അകലത്തിൽ ഒരാനയെ നിർത്തണം എന്നുള്ള ഒരു ഓർഡർ വന്നിരുന്നു. അപ്പം അത് പാലിക്കണം എന്നുള്ളതാണ് കാര്യം. ആനകൾ കാട്ടിൽ വളരേണ്ടതാണ്, നാട്ടിലുള്ളതല്ല എന്നുള്ള രീതിക്കൊക്കെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായ, അവരെ ചങ്ങലക്കിട്ട് ബന്ധിക്കരുത്. ഇപ്പൊ നമ്മള് പൂരപ്പറമ്പിലൊക്കെ കൊണ്ട് നിർത്തി കഴിയാൻ നേരത്തെ ചങ്ങലക്കിട്ടായിരിക്കും ഇതുങ്ങളെ നിർത്തുന്നത്. അപ്പം കുറെ നേരം കഴിയാൻ നേരത്തെ ശ്രദ്ധിച്ചാൽ കണ്ടിട്ടുള്ളവർക്കറിയാം, അതുങ്ങൾ കാലൊക്കെ ഒന്ന് പൊക്കുന്നു, ഒന്ന് താത്തുന്നു. അങ്ങനെ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളത് അറിഞ്ഞ് അതിന് പരിഹാരങ്ങൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് തന്നെ അത് സുരക്ഷിതത്വം. ഈ അമ്പലങ്ങളിൽ ഇപ്പൊ ചുറ്റുമതിലും കൂടി വന്നപ്പോ ഒരുപാട് ആനകളെ ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതായിരിക്കും, അടുപ്പിച്ചടുപ്പിച്ചൊക്കെ ആയിരിക്കും നിർത്തുക. അപ്പൊ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത്. അതായത് ഇനിയെങ്കിലും ഒരു 3 മീറ്റർ അകലം പാലിച്ചുകൊണ്ട് നിർത്തുക എന്നത്. അതുകൊണ്ട് തന്നെ തിരുനക്കര പൂരത്തിന് ഇനി 10 ആനകൾ മാത്രമേ ഉണ്ടാവൂ. മുന്നേ 22 ആനകൾ പങ്കെടുത്തിരുന്ന പൂരത്തിലെ ക്ഷേത്രമായിരുന്നു. അതായത് തിരുനക്കര പൂരക്ഷേത്ര മൈതാന സ്ഥലം
മൂലം ഇപ്പൊ അത് 10 ആനകളായിട്ട് കുറച്ചിരിക്കുകയാണ്. അത് കാരണം ഈ ഒരു നിയമമാണ്, ഇങ്ങനൊരു ഉത്തരവ് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെയെങ്കിലും പ്രേമികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തിരുനക്കര പൂരമൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. തിരുനക്കരയിൽ ഓരോ ആനേനെ എഴുന്നള്ളിക്കുന്ന സമയത്ത് ഭയങ്കര ആരവാ, അവിടെ നിൽക്കാനുള്ള സ്ഥലമില്ല. അപ്പൊ അത്രയും സ്പേസ് ഇല്ലാത്തടത്ത് ആനയ്ക്ക് അതിൻ്റെതായ ഒരു ഡിസ്റ്റൻസ് എത്ര മീറ്റർ അകലം കൊടുത്തില്ലെങ്കിൽ അതും വലിയ പ്രശ്നം. ഇപ്പൊ എവിടെ പൂരം നടന്നാലും ഇതൊക്കെ തന്നെയാണ്. ആനയെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. പക്ഷെ മറ്റൊരു സൈഡിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു കാണി എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കതെല്ലാം മിസ് ചെയ്യും. ഇത്രയും ആനകൾ വരിക, ആ ഒരു ആവേശം, ആൾക്കാരുടെ എല്ലാവരുടെ ഒരു എക്സൈറ്റ്മെന്റ്, ഓരോ ആനയും അതിഗംഭീരമായിട്ട് വരുമ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു കാണുന്ന ഒരു ഫീല് അതൊക്കെ മിസ് ചെയ്യും. പക്ഷെ ഈ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം തന്നെ പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ അതെല്ലാവരും മാക്സിമം അതിനോട് അംഗീകരിക്കുക, അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ. കാര്യം നമുക്ക് തന്നെ സുരക്ഷിത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ. അതിലിപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ആനയുടെ സംബന്ധിച്ച് വരുന്നുണ്ട്. സ്കൂൾ ബസിന്റെ മുമ്പിൽ ചാടുകയും സ്കൂട്ടറുകാരനെ ഓടിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കർശനമാക്കുന്നത്. അപ്പൊ അതിനോട് വിയോജിപ്പ് കാണിക്കാതെ അതിനോട് യോജിച്ച് നമ്മളും കൂടെ പോവുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ച് ഒരു നല്ല പൂരവും നല്ല ഉത്സവങ്ങളും ഒക്കെ നമുക്ക് കൂടാം. പിന്നെ റബ്ബർ കർഷകരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. റബ്ബർ വില ഇപ്പൊ കുറച്ചായിട്ട് ജോലിയൊന്നും ഇല്ലാത്ത റബ്ബർ ഉദ്യോഗസ്ഥരെ, റബ്ബർ സൊസൈറ്റികളിലൊക്കെ മഴ എന്നുള്ള അപ്പുറത്ത് റബ്ബർ വിലയുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടായിരുന്നു. റബ്ബർ വിലയ്ക്ക് കടിഞ്ഞാണിട്ട് ടയർ ലോബി. നമുക്ക് നോക്കാം, മഴക്കാലത്ത് ടാപ്പിംഗ് നിലച്ച് ഉൽപാദനം കുറഞ്ഞതോടെ റബ്ബർ വില 200 കടന്നു. കുതിച്ചുയരുമെന്ന കർഷകരുടെ പ്രതീക്ഷ ഇല്ലാതാക്കി ടയർ ലോബി. ഉൽപാദന ചെലവായി 200 രൂപ ലഭിക്കും വരെ വിപണി ബഹിഷ്കരിക്കാൻ റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ ദേശീയ കൂട്ടായ്മ കർഷകരോട് ആവശ്യപ്പെട്ടിരുന്നു. ഭൂരിപക്ഷം കർഷകരും വിപണിയിൽ നിന്ന് വിട്ട് നിന്നതോടെ ഷീറ്റ് വില ഉയർന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് കർഷകർ ഇത് വിപണിയിൽ നിന്നൊക്കെ വിട്ടു നിന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു റബ്ബറിന്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷം കർഷകരും വിപണിയിൽ നിന്ന് വിട്ടു നിന്നതോടെ ഷീറ്റ് വില ഉയർന്നു 199 വരെ എത്തി. എന്നാൽ 200 കടക്കാതിരിക്കാൻ വിപണിയിൽ നിന്നും വിട്ടുനിന്ന് ടയർ ലോബി സ്ഥിരം കളി കളിച്ചു. തുടർന്ന് റബ്ബർ ബോർഡ് വില 199 നിന്ന് 196 നിലംപൊത്തി കുറഞ്ഞു അല്ലേ. 199 നിന്ന് 196 നിലംപൊത്തി. വ്യാപാരി വില 188 നിന്നു. ഷീറ്റ് വില 255 എത്തിയ ശേഷം 164 നിലംപൊത്തിയതോടെയായിരുന്നു ഷീറ്റ് വിൽക്കാതെ പിടിച്ചു വെക്കാൻ സംഘങ്ങൾ ആഹ്വാനം ചെയ്തത്. ഒരു മാസത്തിനുള്ളിൽ 18 രൂപയാണ് കൂടിയത്. അപ്പോൾ വ്യാപാരികൾ ബോർഡ് വിലയിലും 8 രൂപ കുറച്ച് ചരക്ക് എടുക്കുന്നതിനാൽ വില വർധനവിന്റെ നേട്ടം ചെറുകിട കർഷകർക്ക് ലഭിക്കില്ല. വില വർദ്ധിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ ചെറുകിട കർഷകർക്ക് ലഭിക്കത്തില്ല ഇതിൻ്റെ ആ ഒരു പോകുന്നതനുസരിച്ച്. പക്ഷേ എന്താ പറയുക, ചെറുകിട കർഷകർ മേൽത്തരം ഷീറ്റ് തയ്യാറാക്കാത്തതാണ് വില വ്യത്യാസത്തിന് കാരണമെന്നാണ് ന്യായീകരിച്ച് കൈമലർത്തുന്നതെന്ന് റബ്ബർ ബോർഡ്. അതായത് ചെറുകിട കർഷകർ വേണ്ട രീതിക്കുള്ള മേൽത്തരം ഷീറ്റ് നിർമ്മിക്കാത്തതാണ്, അല്ലെങ്കിൽ ഷീറ്റ് തയ്യാറാക്കാത്തതാണ് ആ വില വ്യത്യാസത്തിന് കാരണമെന്ന് ന്യായീകരിച്ചിട്ടാണ് റബ്ബർ ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഉൽപാദനം കുറഞ്ഞതോടെ അന്താരാഷ്ട്ര വില കയറിയതാണ് ആഭ്യന്തര വില വർധനവിനും കാരണം. ബാങ്കോക്ക് 209 കോലാലംപൂർ വില RSS 4-ന് 214 രൂപയുമാണ്. റബ്ബർ വില ഇനിയും വർദ്ധിക്കാൻ കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി നികുതി 70% ആകണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് പ്രത്യേക ആശ്വാസ പാക്കേജ് അനുവദിക്കണം. റബ്ബർ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കാൻ കേന്ദ്ര സർക്കാർ സഹായം നൽകണം. ഈ റബ്ബർ ബോർഡ് എന്ന് പറയുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമല്ലേ. അപ്പം അത് കേന്ദ്ര സർക്കാർ അവരുടെ അവസ്ഥകളും കൂടെയൊക്കെ ഉൾക്കൊണ്ടിട്ട് അവർക്ക് ഒരു ലാഭം കിട്ടുന്ന രീതിക്ക് റബ്ബർ കർഷകരെ കണ്ടുകൊണ്ട് അതിനുള്ള വില നിശ്ചയവും കാര്യങ്ങളൊക്കെ വ്യാപാരമൊക്കെ നടത്തുക എന്നുള്ള, വിപണിയൊക്കെ ആണെങ്കിലും നടത്തുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, റബ്ബറിന്റെ കാര്യം അങ്ങനെയാണ്. അപ്പൊ കുരുമുളകിന് എന്താ സംഭവിച്ചത് നോക്കണ്ടേ. കുരുമുളക് വിലയില് വൻ വർധനവാണ് ഉണ്ടായത്. കുരുമുളക് വിറ്റാലും നമുക്ക് ജീവിക്കാൻ പറ്റുമായിരിക്കും അല്ലെ. പക്ഷെ കുരുമുളക് കൃഷി ചെയ്യണം, എന്നാലേ നമുക്ക്. കുരുമുളക് കൃഷിയുള്ള എല്ലാവരുടെയും വീട്ടിലൊക്കെ തന്നെ ഉണ്ട്. ഇപ്പൊ കുരുമുളകിന്റെ ഒക്കെ ഇത് വരുന്നതുകൊണ്ട്
വളരെ കൃത്യമായിട്ട് അതിന് വേണ്ട പരിപാലനങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയാൽ മറ്റു ജോലിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ കുരുമുളക് വ്യാപാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുമായിരിക്കും അല്ലേ? അതെ അതെ, ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. വർധനവുണ്ടായി. ആ ഒരു വർധനവിന് കാരണം പ്രതികൂല കാലാവസ്ഥ കൊണ്ടോ ഉൽപാദനം കുറയ്ക്കുമെന്ന വിലയിരുത്തൽ വിലകയറ്റത്തിന് വഴിതെളിച്ചു. അതാണ് വർധനവിന് കാരണമായിട്ട് പറയുന്നത്. ഉൽപാദനം കുറയ്ക്കുമെന്ന വിലയിരുത്തൽ കയറ്റത്തിന് വഴിതെളിച്ചു. അതായത് ഇപ്പോൾ മഴയൊക്കെ വന്നപ്പോഴത്തേക്കും സാധനങ്ങൾ ഇനി കിട്ടാതെ പോകുമോ എന്നൊരു ടെൻഷൻ കാരണം പെട്ടെന്ന് അങ്ങ് കൂടി എന്നാണ് പറയുന്നത്. എന്താണോ എന്തോ. റബ്ബർ ഇരട്ട സെഞ്ചുറി നേടുമെന്ന് പ്രതീക്ഷയിൽ ഉൽപാദന മേഖല. ഏലത്തിന് ആഭ്യന്തര വിദേശ ഡിമാൻഡ്. അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളക് വില തുടർച്ചയായ 2ാം വാരത്തിലും ഉയർത്തിയിട്ടും വേണ്ടത്ര നാടൻ ചരക്ക് കണ്ടെത്താൻ ഉത്തരേന്ത്യൻ വാങ്ങലുകാർക്കായില്ല. ഹൈറേഞ്ച്, വയനാട് ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും കുറഞ്ഞ അളവിലാണ് കുരുമുളക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നത്. ആഭ്യന്തര ഡിമാൻഡ് ശക്തമായ നിലയ്ക്ക് വില ഇനിയും ഉയരുമെന്ന നിലപാടിലാണ് കാർഷിക മേഖല. അതായത് കുരുമുളക് അത്യാവശ്യം കയറി വരുന്നുണ്ട് എങ്കിൽ പോലും നല്ല നമ്മുടെ ഒരു നമ്മുടെ പ്രദേശങ്ങളിലൊക്കെയുള്ള നാടനായിട്ടുള്ള കുരുമുളകൊന്നും കിട്ടാനില്ലാത്തൊരവസ്ഥയാണെന്നാണ് പറയുന്നത്. അതിൽ കൊച്ചിയിൽ ഗാർബിഡ്സ് കിൻഡലിന് 64,900 രൂപയിൽ നിന്നും 66,200 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ആഗോള വിപണിയിൽ കുരുമുളക് ലഭ്യത ചുരുങ്ങിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയും ഈസ്റ്റർ വരെയുള്ള ആവശ്യങ്ങൾക്ക് പുതിയ കച്ചവടങ്ങൾ ഉറപ്പിക്കുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റം മൂലം സംസ്ഥാനത്ത് കുരുമുളക് ഉൽപാദനം 25% വരെ കുറയുമെന്ന വിലയിരുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വാരം ചക്രവാത ചുഴിയെ തുടർന്ന് അനുഭവപ്പെട്ട കനത്ത മഴ കൊക്കോ പൂക്കൾ വ്യാപകമായി അടർന്നു വീഴാൻ ഇടയാക്കി. അടുത്ത സീസണിലെ ആദ്യ വിളവ് ചുരുങ്ങുമെന്ന് വ്യക്തമായതോടെ വാരാമധ്യം വ്യവസായികൾ വിപണിയിൽ പിടിമുറുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് അത്രേ പറയുള്ളൂ. നഷ്ടം കൊക്കോ ചെറുതായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് എന്ന്. കാരണം പ്രതികൂല കാലാവസ്ഥ കാരണം പൂക്കളെല്ലാം താഴെ വീണിട്ട്. കുരുമുളകിന് ഇപ്പൊ എന്താ പറയാ, പ്രതികൂല കാലാവസ്ഥയുടെ കാരണം കുറവുകൾ ഉൽപാദനം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ വർധനവ് കൂടിയാണ് നിൽക്കുന്നത്. വില കൂടുതലാണ്. നാടൻ ഐറ്റംസ് കിട്ടാനുമില്ല. കുരുമുളകിന്റെ ആവശ്യമുണ്ട്. ഈസ്റ്ററിനോടും നമ്മുടെ ന്യൂ ഇയറിനോടും ഇതിനോടൊക്കെ അനുബന്ധിച്ച് കുരുമുളകിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നതുകൊണ്ട്, കാലാവസ്ഥ പ്രതികൂലമായിട്ട് വന്നുകൊണ്ട് ഉൽപാദനം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ നല്ല വിലയുണ്ട്. അതെ, അതെ. ഓക്കെ, നമുക്ക് വേറൊരു ന്യൂസിലോട്ട് പോവാം. ദുർമന്ത്രവാദത്തിനായി യുവാവിനെ കൊന്നു, 4 പേർ അറസ്റ്റിൽ. എന്താണ് ദുർമന്ത്രവാദത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്? ആഭിചാരക്രിയകളും കാര്യങ്ങളൊക്കെ അല്ലേ. അതായത് മറ്റുള്ളവരെന്തെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം കിട്ടും, നിങ്ങൾ അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ അത് കേട്ടിട്ട് ശരിയാ അങ്ങനെയാവും, എന്നാ പിന്നെ നമുക്കത് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് കൊലപാതകത്തിന്, നരഹത്യ അല്ലേ, ചെറിയ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ പോട്ടെന്ന് വെച്ചാൽ ഇത് നരഹത്യ, നരബലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചു കൂടുതലാണ്. അതിലൊന്നും വിശ്വസിക്കാതിരിക്കുക. അങ്ങനെ എങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മുടെ മനുഷ്യ ശരീരം തന്നെ ഇന്ന് മനുഷ്യർ തന്നെ കഴിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടൊക്കെ ഒരുപാട് കേസുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് കേസുകൾ അങ്ങനെ പോയത് ഇപ്പൊ തെളിയിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ദുർമന്ത്രവാദം ചെയ്താൽ നമുക്ക് നല്ല കാര്യങ്ങളല്ല ഉണ്ടാകാൻ പോവുക. അതിന് ഇരയാക്കിയിട്ടുള്ള ആൾക്കാരുടെ ബന്ധുക്കരാരെങ്കിലും കേസ് കൊടുക്കും, നിങ്ങൾ ജയിലിലാവും. അതാണ് സംഭവിക്കാൻ പോവുക. അങ്ങനെ 4 പേര് ഇപ്പൊ അറസ്റ്റിലായിരിക്കുകയാണ്. ബീഹാർ സ്വദേശിയായ യുവാവിനെ തലയറുത്ത് കൊന്ന ശേഷം തലയൊട്ടി ദുർമന്ത്രവാദത്തിന് ഉപയോഗിച്ച സംഭവത്തിൽ 4 പേർ പിടിയിലായിരിക്കുകയാണ്. ഇതിൽ 2 പേർ ദുർമന്ത്രവാദം ചെയ്യുന്നവരാണെന്നും ഇവർ മന്ത്രവാദം പഠിച്ചത് യൂട്യൂബ് നോക്കിയെന്നും ഗാസിയാബാദ് പോലീസ് പറഞ്ഞു. യൂട്യൂബ് ഇപ്പൊ എന്തൊക്കെയാ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നമുക്ക് എന്ത് വേണമെങ്കിലും യൂട്യൂബിൽ നോക്കിയാൽ കിട്ടുമെന്നുള്ളത്. പക്ഷെ പോയി നോക്കരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണി തരും. അത് മാത്രമല്ല, അതൊന്നും നല്ലതല്ല. എന്തിനാ വെറുതെ നരബലിയൊക്കെ ചെയ്തിട്ട് അതിന്റെ നമ്മളോർക്കും ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഒന്നും ഉണ്ടാവത്തില്ല, മറ്റാരും അറിയത്തില്ലെന്നോർത്ത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇതെല്ലാം അറിയും, ഒരു നാൾ ഇതെല്ലാം പുറത്തു വരും. അതെ, അതിന് നല്ല ശിക്ഷയും ലഭിക്കും. 6 മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് പ്രതികളെ പിടികൂടിയത്. ഈ വർഷം ജൂൺ 22-ന് ഗാസിയാബാദ് നഗരത്തിനടുത്തുള്ള തിലാമോഡ് ഭാഗത്ത് തലയില്ലാത്ത നിലയിൽ ഒരു മൃതശരീരം പോലീസ് കണ്ടെത്തിയിരുന്നു. ബീഹാറിലെ മോത്തിഹാരി സ്വദേശിയായ രാജുകുമാറിന്റെയാണ് മൃതദേഹമെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 15-ന് ധനജ്ഞായ്, വികാസ് എന്നിവരെ പോലീസ് പിടികൂടി. 2 പേരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന വികാസ് എന്ന പരമാത്മാവെയാണ്
പരമാത്മയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് സൂചന ലഭിച്ചു. ഓക്കെ, അയാളാണ് അപ്പം ആസൂത്രണം ചെയ്തിട്ട് മറ്റേയാളെ കൊന്നത്. വെരി സാഡ്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പരമാത്മയുടെ സഹായിയായ നരേന്ദ്ര, പവൻ എന്നും പങ്കജ് എന്നും പേരുള്ള രണ്ടുപേരുമായി സഹകരിച്ചിരുന്നെന്ന് കണ്ടെത്തി. ഒരു മനുഷ്യന്റെ തലയൊട്ടി സംഘടിപ്പിച്ച് പൂജിച്ചാൽ 50 കോടി രൂപ വന്നു ചേരുമെന്ന് പവനും പങ്കജും നരേന്ദ്രയോട് പറഞ്ഞിരുന്നു. ഇപ്പൊ എന്തായാലും 50 കോടിയും കിട്ടി, സുഖമായിട്ട് ഇനി ജയിലിൽ കിടക്കാം. നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടീശ്വരനാകാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര നല്ല ലൈഫായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പോയി എന്നാ പിന്നെ ആളെ കൊന്നേക്കാം, തലയോട്ടി എടുക്കാന്നുള്ള ചിന്തയിൽ നിൽക്കുന്നവരാണ് ഇന്ന് കൂടുതലും. പക്ഷെ അങ്ങനെ ശരിക്കും ഈ ദുർമന്ത്രവാദവും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആ ഒരു 2-3 മാസം നമുക്ക് വേണമെങ്കിൽ ഒന്ന് മറച്ചു വെക്കാൻ പറ്റും. ആ സമയത്ത് നമ്മൾ വിചാരിക്കും ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന നല്ല ബ്ലെസ്സിങ്സ്, നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നതൊക്കെ വിചാരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അത് എന്തായാലും എങ്ങനെയായാലും പുറത്ത് വരും. അപ്പോഴായിരിക്കും ഇതിന് ശരിക്കുള്ള എഫക്റ്റ് നമുക്ക് കിട്ടുക. ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഒട്ടും വിചാരിക്കാത്ത രീതിയിലായിരിക്കും കിട്ടുക. അത് ചിലപ്പോൾ നമ്മളെ ജീവപര്യന്തമായോ അല്ലെങ്കിൽ വധശിക്ഷയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. യൂട്യൂബിൽ ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിലൊന്നും ഫോളോ ചെയ്യരുത്. അത് പോയി സെർച്ച് ചെയ്യും. കഴിഞ്ഞ ദിവസം വളപട്ടണത്തെ കേസിനകത്ത് ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. അതായത് മോഷ്ടിക്കുന്ന എങ്ങനെയാന്നുള്ളതിന്റെ അത് സെർച്ച് ചെയ്തായിരുന്നു ഗൂഗിളിൽ. യൂട്യൂബിനകത്ത് മന്ത്രവാദത്തിന്റെ ഈ കാര്യം എങ്ങനെ സംഘടിപ്പിക്കാന്നുള്ളതോ എന്താ സെർച്ച് ചെയ്ത്. അപ്പൊ ഇതൊക്കെ ഒരിക്കൽ പുറത്തു വരും. അതിപ്പോ ഇന്ന് പുറത്തു വന്നിരിക്കും. എല്ലാ കേസുകളും ഇതുപോലെ പുറത്തു വരുന്നുണ്ട് നമ്മൾ ചെയ്യുന്നതിന്റെ എല്ലാം. അപ്പൊ പ്രതികളായിട്ട് വന്നിട്ടുള്ളത് പരമാത്മ, നരേന്ദ്ര, പവൻ, പങ്കജ് എന്നിവരാണ്. ഇവരെ പോലീസ് പിടികൂടി എന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. അടുത്ത എന്താണ്? വൈദ്യുതി. അതെടുക്കൂ. എവിടെയാണ്? ജനകത്തിലെ 9ാമത്തെ പേജ്. വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു ദിവസം വൈദ്യുതി ഇല്ലാത്തതിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല ആരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തില് വൈദ്യുതി ബില്ല് കൂടിയെന്നാണോ? അതെ, ആ വൈദ്യുതി ബില്ല് കൂടുന്നതിനെതിരെ പ്രതിഷേധങ്ങളാണ്. അതായത് കൂട്ടരുത്. എല്ലാവരെയും സംബന്ധിച്ച് അത് പരിഹരിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വൈദ്യുതി. അപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളായിരുന്നു പറഞ്ഞത്. പക്ഷെ ആ ന്യൂസ് നമ്മളിനെ കണ്ടിരിക്കാനല്ല ഉണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടി സർക്കാർ ഉടൻ പിൻവലിക്കണമെന്ന് NIYAF സംസ്ഥാന എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടു. ഗാർഹിക ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് 16 പൈസയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഗാർഹിക ഉപയോഗങ്ങൾക്കൊക്കെ വൈദ്യുതി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാര്യം എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഒരു ചമ്മന്തി അരയ്ക്കണമെങ്കിൽ പോലും മിക്സിയിൽ അരയ്ക്കുന്ന ഒരു കാലമായി. ആരും കല്ലിലിട്ട് അരയ്ക്കാൻ വേണ്ടി സമയം കളയത്തില്ല. ഓരോ മിനിറ്റിനും എല്ലാവർക്കും വിലയുണ്ട്. അപ്പം ചിന്തിക്കും പണ്ടുള്ളവരെങ്ങനെയായിരുന്നു എന്ന്. ശരിയാണ്, പണ്ടുള്ളവരെല്ലാം ടൈം മാനേജ് ചെയ്തൊക്കെ കൊണ്ടുപോയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയും തോറും പുതിയ പുതിയ ഉപകരണങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും വരും തോറും ആൾക്കാർ അതിനോട് അങ്ങ് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗാർഹിക ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് 16 പൈസയുടെ വർധനവ് ഉണ്ടായിരിക്കുന്നത് കേന്ദ്രത്തിന്റെ വൈദ്യുതി നയം സൃഷ്ടിക്കുന്ന അധിക ബാധ്യതയുടെ കണക്ക് പറഞ്ഞ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും നിരക്ക് വർദ്ധിപ്പിക്കാതെയുള്ള പ്രശ്നപരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നും AIYF പ്രസ്താവനയിൽ പറഞ്ഞു. അതായത് വെറുതെ ബാധ്യത കണക്കുകളൊന്നും പറഞ്ഞ് വൈദ്യുതി കൂട്ടരുത്, നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ ഉള്ള പ്രശ്നപരിഹാരമാണ് നോക്കേണ്ടതെന്നാണ് അവർ പറയുന്നത്. വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രത്യക്ഷ സമര പരിപാടിക്ക് നേതൃത്വം നൽകുമെന്നും AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുണും സെക്രട്ടറി TT ജിസ്മോനും അറിയിച്ചു. അപ്പൊ ഇനി ഒരു പ്രതിഷേധങ്ങളിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവാതെ എത്രയും പെട്ടെന്ന് ആ വൈദ്യുതി ചാർജിന്റെ ഒരു ഉചിതമായ തീരുമാനത്തോടെ സംസ്ഥാന സർക്കാർ വരണമെന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം. ഇനി വേറൊരു ന്യൂസ് ഉള്ളത് അബ്ദുൾ റഹീമിന്റെ മോചനം നീളുന്നു എന്നതാണ്. അബ്ദുൾ റഹീമിന്റെ ആ ഒരു കേസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ കേരളം ഒന്നടങ്കം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പൈസ സമാഹരണമൊക്കെ ധനസമാഹരണമൊക്കെ നടത്തിയതായിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവരെയും അദ്ദേഹത്തിന് മോചനം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് ഇനിയും നീളുന്നു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. റിയാദ് കോടതി വിധി പറയുന്നത് മാറ്റിവെച്ചത് കൊണ്ടാണ് ആ ഒരു മോചനം നീളുന്നത്.
സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി റിയാദ് ക്രിമിനൽ കോടതി വീണ്ടും മാറ്റി. കേസ് ഈ മാസം 12 ഉച്ചയ്ക്ക് 12:30 വീണ്ടും പരിഗണിക്കും. അന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് റഹീമിന്റെ അഭിഭാഷകൻ ഒസാമ അൽ അബറും റിയാദ് സഹായ സമിതി ഭാരവാഹികളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, അന്നെങ്കിലും നമുക്ക് ആ ഒരു മോചന വാർത്ത കേൾക്കാൻ കഴിയട്ടെ. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം. അത്രത്തോളം എല്ലാവരും കൂടി പ്രയത്നിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ധനസമാഹരണമൊക്കെ നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ അന്നെങ്കിലും, അതായത് ഈ മാസം 12 ഉച്ചയ്ക്ക് 12:30 നടത്തുന്ന ആ ഒരു ഉത്തരവിലെങ്കിലും അദ്ദേഹത്തിന് മോചനം എന്നൊരു വാക്ക് പരാമർശിക്കാൻ സാധിക്കട്ടെ. ഇന്നലെ റിയാദ് ക്രിമിനൽ കോടതിയിൽ നടന്ന സിറ്റിംഗിനൊടുവിൽ അന്തിമ വിധി പറയൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. ഓൺലൈനായി നടന്ന സിറ്റിംഗിൽ ജയിലിൽ നിന്ന് റഹീമും അദ്ദേഹത്തിന്റെ അഭിഭാഷകനും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ യൂസഫ് കാക്കാഞ്ചേരിയും കുടുംബ പ്രതിനിധി സിദ്ദിഖ് തുവരും പങ്കെടുത്തു. മോചനവുമായി ബന്ധപ്പെട്ട് 3ാമത്തെ സിറ്റിംഗ് ആണ് ഇന്നലെ നടന്നത്. 1.5 കോടി സൗദി റിയാൽ ദയാധനം നൽകുകയും കോടതി വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തെങ്കിലും പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പ് ഉണ്ടാവാത്തതിനാലാണ് മോചന കാര്യത്തിൽ അനിശ്ചിതത്വം നടന്നിരുന്നത്. ഇതിനുവേണ്ടി ആദ്യ സിറ്റിംഗ് ഒക്ടോബർ 21 നടന്നു. എന്നാൽ ബെഞ്ച് മാറിയെന്നും വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് തന്നെയാണ് മോചന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതെന്നും പറഞ്ഞ് കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് ഇക്കഴിഞ്ഞ നവംബർ 17 വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് കേസ് പരിഗണിച്ചു. ഓക്കെ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം നമ്മൾ ധനസമാഹരണം, ആദ്യം അവർ പറഞ്ഞു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ 34 കോടിയോളം രൂപ എല്ലാവരും സമാഹരിച്ച് അദ്ദേഹത്തിനായിട്ട് കൊടുത്തു. കോടതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഈ കേസ് ആരാണോ പരിഗണിച്ചത്, ആദ്യം പരിഗണിച്ച ബെഞ്ച് ആരാണോ അവർ തന്നെയാണ് ഇതിന്റെ വിധി പറയേണ്ടത്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് സിറ്റിംഗ് മാറ്റിവെക്കുകയും പിന്നീട് നടന്ന സിറ്റിംഗിൽ പറഞ്ഞത് ആ സിറ്റിംഗ് ഇനി മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയാണ്. അതായത് പബ്ലിക് റിലേഷനിലുള്ള പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ ഒരു അനിശ്ചിതത്വം നടക്കുന്നുണ്ടായിരുന്നു. അതും കൂടി മാറ്റിയതിനു ശേഷം നമുക്ക് വിധി പറയാം എന്ന രീതിയിൽ. ഇനിയിപ്പോൾ ലാസ്റ്റ് സിറ്റിംഗ് ആണ്, അതിൻ്റെ അകത്തെങ്കിലും അദ്ദേഹത്തിന്റെ മോചന വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയട്ടെ എന്ന് മാത്രം. വധശിക്ഷ ഒഴിവാക്കിയെന്നോ? വധശിക്ഷ ഒഴിവാക്കി അദ്ദേഹത്തിന് പുറത്തു വിടും എന്നാണ് ഇപ്പൊ പറയുന്നത്. എന്തായാലും സംഭവിക്കട്ടെ. അതെ, ഇനി അടുത്ത എന്താണ്? വയനാട് കേസ്, ജന്മഭൂമി. വയനാട് ദുരന്ത നിവാരണ ഫണ്ട് വക മാറ്റിയെന്ന് സംശയം. എന്താ നോക്കാം. ചൂരൽമലയിലെ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ സർവനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താനും ഉപയോഗിക്കേണ്ട സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് സർക്കാർ വക മാറ്റിയെന്ന് സംശയമുയരുന്നു. അപ്പോൾ അത് സർക്കാർ വക മാറ്റിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു സംശയമാണ് ഉയരുന്നത്. ദുരന്ത നിവാരണ, അവർക്ക് ദുരന്തം അനുഭവിച്ചവർക്ക് കൊടുക്കേണ്ട ഫണ്ട്. പല സാമ്പത്തിക വിദഗ്ധരും ഇതേ സംശയം ഉയർത്തി. ഹൈക്കോടതിക്കും ഇത്തരമൊരു സംശയമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച ഉത്തരവിൽ നിന്ന് വ്യക്തമാണ്. ദുരന്തമുണ്ടായതിന് പിന്നാലെയാണ് ഹൈക്കോടതി സ്വയമേവ കേസെടുത്തത്. ഈ കേസിൽ പലതവണ വാദങ്ങൾ നടന്നിട്ടും സർക്കാർ ഇതുവരെ ദുരന്ത നിവാരണ ഫണ്ടിന്റെ കണക്ക് ഹാജരാക്കിയിട്ടില്ല, കേന്ദ്രത്തിനും നൽകിയിട്ടില്ല. ഇതിനെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചത്. ഫണ്ടിൽ എത്ര പണം ഉണ്ടായിരുന്നു, എത്ര ചെലവിട്ടു, ഇനി എത്രയുണ്ട്, ഇതിൽ എത്ര ചെലവിടാം, ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കോടതി ഉന്നയിച്ചപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അപ്പം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ആ ഒരു സംശയം മാറ്റണമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തായാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക, സംശയങ്ങൾ മാറ്റുക. നമുക്കതിൻ്റെ സ്പോർട്സ് പേജിലേക്ക് പോകാം. അതെ, ഇനി നമുക്ക് സ്പോർട്സ് ആണ്. സ്പോർട്സിനെ കുറിച്ചിട്ട് അധികം ധാരണയൊന്നുമില്ല, പറയുന്ന വാക്കുകൾ ചിലപ്പോൾ തെറ്റിപ്പോകും, എങ്കിലും ടെസ്റ്റിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിങ്കിൽ പണി കിട്ടിയെന്നാണ് പറയുന്നത്. അതെ, അഡ്ലെയ്ഡ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പ്രതീക്ഷിച്ച പോലെ പിങ്ക് ബോൾ ടെസ്റ്റിൽ 3-ാം ദിനം തന്നെ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ വിജയം നേടി. ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള പിങ്ക് ബോൾ ടെസ്റ്റിന്റെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എന്നും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വിക്കറ്റിന്റെ ഗംഭീര പിങ്ക് ബോൾ ടെസ്റ്റിൽ നമ്മുടെ ഇന്ത്യ തോറ്റു ഗൈസ്. അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അതായത് 10 വിക്കറ്റിന്റെ തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താ ചെയ്യാ, 5 വിക്കറ്റ് നേടിയ കമ്മിൻസിന്റെ പിങ്ക് ബോളുമായി എന്നൊരു ചിത്രം വരെ നമ്മുടെ കേരള കൗമുദി കൊടുത്തിട്ടുണ്ട്. പക്ഷെ തോൽക്കണ്ടായിരുന്നല്ലേ, പക്ഷെ തോറ്റുപോയി. ഇനിയിപ്പോ എന്താ പറയാ, അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. പ്രതീക്ഷിച്ച പോലെ പിങ്ക് ബോൾ ടെസ്റ്റിൽ 3-ാം ദിനം തന്നെ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ വിജയം നേടി. ഓക്കെ,
അതും 10 വിക്കറ്റിന്റെ ഗംഭീര വിജയം. പെർത്തിലേറ്റ് 295 റൺസിന്റെ തോൽവിക്കുള്ള ആതിഥേയരുടെ പകരം വീട്ടൽ കൂടിയായിരുന്നു ഇത്. ഇതോടെ ബോൾഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്കൊപ്പം എത്താനും ഓസീസിനായി. 1-1 എന്ന പോയിന്റിൽ ഇന്ത്യക്കൊപ്പം തന്നെ ഓസീസ് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ രണ്ടാം ഇന്നിംഗ്സിൽ 175 റൺസിന് ഓൾ ഔട്ടാക്കി 19 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഓസ്ട്രേലിയ ഇന്നലത്തെ ഒന്നാം സെക്ഷനിൽ തന്നെ 20 പന്തിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ജയത്തിലെത്തുകയായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് സംഭവിച്ചത്. നമ്മുടെ ഓസീസ് ജയിച്ചു, ഇന്ത്യ തോറ്റു. അതെ, പിന്നെ പറഞ്ഞ ചെസ്സിന്റെ കാര്യമാണ്. വെരി ഗുഡ് ഗുഗേഷ് എന്നാണ് പറയുന്നത്, ചെന്നൈക്കാരന്റെ. അപ്പൊ നമുക്ക് നോക്കാം. ചെന്നൈക്കാരനാണല്ലേ? ഓക്കെ, ചെന്നൈ ഗുഗേഷ് വേൾഡ് സെന്റേഴ്സ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ 11ാം ഗെയിമിൽ നിർണായക ജയത്തോടെ നിലവിലെ ചാമ്പ്യനായ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ഡിംഗ്ലറിനെതിരെ ആധിപത്യം നേടിയിരിക്കുകയാണ് ഇന്ത്യൻ യുവ സെൻസേഷൻ ഡി ഗുഗേഷ്. നിലവിൽ ഗുഗേഷിന് 6 പോയിന്റും ലിറന് 5 പോയിന്റുമാണ് ഉള്ളത്. ആദ്യം 7.5 പോയിന്റിന് നേടുന്നയാൾ ജയിക്കുമെന്നതിനാൽ ഗുഗേഷിന് ജയിക്കാൻ ഇനിയുള്ള 3 മത്സരങ്ങളിൽ നിന്നും 1.5 പോയിന്റ് മതി. അപ്പൊ ലിറന് ജയിക്കാൻ വേണ്ടത് 2.5 പോയിന്റുമാണ്. നമുക്ക് നോക്കാം, പ്രതീക്ഷയോട് കൂടി ഇരിക്കാം എന്ത് സംഭവിക്കുന്നത്. വെള്ളക്കരുക്കളും ചെസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന്റെ അകത്ത് എന്തായാലും ഒരു ഇന്ത്യക്കാരൻ നമ്മുടെ ലിറനെ തോൽപ്പിച്ചിരിക്കുകയാണ്. നല്ല കാര്യം, ഗുഡ്. വെള്ളക്കരുക്കളുമായി കളി തുടങ്ങിയ ഗുഗേഷ് റെഡ്ഡി ഓപ്പണിംഗിലാണ് കളി തുടങ്ങിയത്. സമയസമ്മർദ്ദത്തിൽ വീണുപോയ ലിറൻ 29ാം നീക്കത്തിലാണ് തോൽവി സമ്മതിച്ചത്. ലോക ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായാണ് ഗുഗേഷ് ലീഡ് നേടുന്നത്. നേരത്തെ ആദ്യ ഗെയിമിൽ ഡിംഗ് ലിറൻ ജയിച്ചപ്പോൾ 3ാം ഗെയിമിൽ ജയം നേടിയാണ് ഗുഗേഷ് ഒപ്പം എത്തിയത്. തുടർച്ചയായി 7 സമനിലകളായിരുന്നു. ഇത്തവണ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ നടന്ന 11 മത്സരങ്ങളിൽ 8 സമനിലമായിരുന്നു. നമുക്ക് നോക്കാം. ഇനി 12ാം ഗെയിമാണ്. 12ാം ഗെയിം ഇന്ന് നടക്കും. ലിറനാണ് വെള്ളക്കരുക്കളായി കളിക്കുന്നത്. ലൈവ് ചെസ് 24 ഇന്ത്യ ചേസ് ബസ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനലുകളിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ അത് ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. യൂട്യൂബ് ചാനലുകളുടെ, അതായത് ചെസ് ബേസ് ഇന്ത്യ യൂട്യൂബ് എന്ന ചാനലിലും ചെസ് 24 ന്യൂസ് ഇന്ത്യ എന്ന ചാനലിലും ഈ ഇത് ലൈവായിട്ട് തന്നെ പോകുന്നുണ്ടാവും. വെള്ളക്കരുക്കളുമായിട്ടാണ് ഇന്ന് ലിറിൻ വരുന്നത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വാർത്തകൾ. അതെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ വാർത്തകൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റിയിട്ടുണ്ടാവും, സ്വാഭാവികം. വീണ്ടും പുതിയ വാർത്തകളൊക്കെ ആയിട്ട് നാളെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.